NEET PG പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിലേക്കാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്രാൻഡ് ടെസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഗ്രാൻഡ് ടെസ്റ്റ് എപ്പോൾ അറ്റൻഡ് ചെയ്യണം, എത്ര ഫ്രീക്വൻസിയിലാണ്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, ആൻഡ് എങ്ങനെ റിവ്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ഗ്രാൻഡ് ടെസ്റ്റ് നമ്മൾ വീക്ക്ലി വൺസ് ഒരു ഗ്രാൻഡ് ടെസ്റ്റ് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. കുറേ പേർക്കുള്ള തെറ്റിദ്ധാരണയാണ് 19 സബ്ജക്ട്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രാൻഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും അല്ല. 1 or 2 സബ്ജക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഗ്രാൻഡ് ടെസ്റ്റ് നമ്മൾ എഴുതിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഓൾമോസ്റ്റ് പറ്റുന്ന അത്ര മാക്സിമം ക്വസ്റ്റ്യൻ തന്നെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇനീഷ്യൽ സമയത്ത് നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റിൻ്റെ സ്കോർ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത് പ്രോഗ്രസീവ്ലി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുള്ളൂ. ടുവേർഡ്സ് ലാസ്റ്റിലേക്കൊക്കെ നിങ്ങൾ നന്നായി കൺസിഡർ ചെയ്താൽ മതി എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ റിവ്യൂ ചെയ്യുന്നത് കുറേ സമയം എടുത്ത് ഗ്രാൻഡ് ടെസ്റ്റിൻ്റെ എവരി ക്വസ്റ്റ്യൻസ് മൈന്യൂട്ട്ലി പരിശോധിച്ച് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി ഈ 3.5 hours എക്സാമിന് ഇരുന്ന് നമുക്കൊരു പരിശീലനം കിട്ടുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ 200 ക്വസ്റ്റ്യൻസ് എഴുതുന്ന എക്സാം എവറി വീക്ക് അറ്റൻഡ് ചെയ്യുക. 1 ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടെങ്കിലും ടുവേർഡ്സ് എൻഡിലേക്ക് മാത്രം വീക്ക്ലി 2 ഗ്രാൻഡ് ടെസ്റ്റിലേക്കൊക്കെ മൂവ് ചെയ്താൽ മതി. സോ നോട്ട് ലെസ് ദാൻ 1 ഗ്രാൻഡ് ടെസ്റ്റ് പെർ വീക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗ്രാൻഡ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.